ബി.ജെ.പിയുടെ ഗൃഹസമ്പർക്ക യജ്ഞവും നിധി ശേഖരണവും തിരുവനന്തപുരം രാജാജി നഗറിൽ നടക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 50 ലക്ഷം വീടുകളിൽ നേരിട്ടെത്തി സമ്പർക്കം നടത്തുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിർവഹിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങളുമായി പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, ഇപ്പോൾ രാജാജി നഗറിലാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ ഉള്ളത്. വിവരങ്ങൾ എന്തെല്ലാമാണ്? നിലമ വികസിത കേരളം എന്ന ലക്ഷ്യവുമായി ബി.ജെ.പി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്നുള്ളതാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേ ഒരു രീതിയിൽ തന്നെയാണ് സംസ്ഥാന വ്യാപകമായി ജനസമ്പർക്ക പരിപാടി ഇന്നു മുതൽ ബി.ജെ.പി ആരംഭിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വികസിത കേരള ലക്ഷ്യം മുൻനിർത്തിയുള്ള ഒരു സന്ദേശമാണ് ഈ ജനസമ്പർക്കത്തിലൂടെ ജനങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഓരോ വീട്ടിലേക്കും പാർട്ടിയുടെ വികസന സന്ദേശം അത് എത്തിക്കുക എന്നുള്ളതാണ് ഈ ജനസമ്പർക്ക പരിപാടിയിലൂടെ ജനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടാണ് ബി.ജെ.പി മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം ഉള്ളത് തിരുവനന്തപുരത്തെ രാജാജി നഗറിലാണ്. ഇവിടെ വിവിധ വീടുകളിൽ കയറിയ ആളുകളുമായി നേരിട്ട് കാണുകയും അവരുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരോട് ബി.ജെ.പിയുടെ സന്ദേശം കൈമാറുകയും ഒക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അല്പം മുൻപ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ മറ്റൊരു പ്രത്യേക ഈ സ്ഥലം എന്നുള്ളത് കേരളത്തിലെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നോക്കാവസ്ഥയിലുള്ള ഒരു പ്രദേശമാണ്. പല സർക്കാരുകൾ മാറി മാറി വന്നിട്ടും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ മാത്രം കൃത്യമായി എങ്ങും എത്തിയിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2 കിലോമീറ്റർ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ വീടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് അവിടേക്കുള്ളത്. അവിടെ ആയിട്ട് കൂടി ഇത്രയധികം അടുത്ത സ്ഥലമായിട്ട് കൂടി ഈ പ്രദേശത്തെ പോരാട്ടങ്ങൾ അപര്യാപ്ത മാറ്റി കൊടുക്കാൻ സർക്കാരിന് സാധിക്കാത്തൊരു കൃത്യമായി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മാറ്റി നൽകാൻ ബി.ജെ.പിക്ക് ഒരു അവസരം നൽകണം എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ള സന്ദേശം എന്നുള്ളത്. ഇപ്പോൾ അദ്ദേഹം രാജാജി നഗറിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ അല്പം മുമ്പ് ഇന്ത്യൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 മുന്നോടിയായി ബി.ജെ.പി നടത്തുന്ന ഗൃഹസമ്പർക്ക പരിപാടിയാണ്. അതിനാണ് തുടക്കമായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത ഭാരതം എന്ന ലക്ഷ്യവും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിഭാവനം ചെയ്യുന്ന വികസിത കേരളവും എന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഗൃഹസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജാജി നഗറിലാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ ഈ ഗൃഹസമ്പർക്ക പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിനുശേഷം അദ്ദേഹം അവിടെ രാജാജി നഗറിൽ അവിടുത്തെ ജനങ്ങളെ കാണുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രശാന്ത്, നരേന്ദ്രമോദിയുടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം, അതുപോടൊപ്പം തന്നെ വികസിത കേരളം എന്ന രാജീവ് ചന്ദ്രശേഖർ വിഭാവനം ചെയ്യുന്ന വികസിത കേരളം, ഈ 2 ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് ഈ ക്യാമ്പയിനുമായി ബി.ജെ.പി തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രജിത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രജിത്ത്, ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശേഷം എല്ലാം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് കേരളത്തിന്റെ വികസനമാണ്. ഇത്രയും കാലമായിട്ടും കേരളത്തിലേക്കൊരു വികസനത്തിലേക്ക് അല്ലെങ്കിൽ കേരളം ഒരു വികസിത സംസ്ഥാനമായി മാറാൻ കഴിയാത്തതിന് കാരണം ഇവിടെ ഭരിച്ചു പോകുന്ന സർക്കാരുകളാണ് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹം ആ ഒരു തന്നെ ഇപ്പോൾ ഈ പറയുന്ന ഗൃഹസമ്പർക്ക പരിപാടിയിലേക്കും ഗൃഹസന്ദർശന പരിപാടിയിലേക്കും അദ്ദേഹം ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങളിലേക്കല്ല പോകുന്നത്, മറിച്ച് കേരളത്തിന്റെ വികസനം അത് സാധ്യമാക്കാൻ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം. അതിനുള്ളൊരു അവസരം അത് ബി.ജെ.പിക്ക് ജനങ്ങൾ നൽകണം എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് അദ്ദേഹം കൃത്യമായി മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന എന്നത് കേരളത്തിലെ ജനം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗത്തോട്, അതായത് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ പ്രതികരണം മുതൽ അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നതാണ്. ആ ജനത്തിന്റെ ആ ആഗ്രഹം അതൊരു മാറ്റം കൊണ്ടുവരാൻ വികസിത കേരളം സൃഷ്ടിക്കുമെങ്കിൽ ഓരോ ബി.ജെ.പി പ്രവർത്തകന്റെയും ദൗത്യമതായി മാറണം എന്നുള്ള സന്ദേശമാണ് അദ്ദേഹം അന്ന് തന്നെ ബി.ജെ.പി പ്രവർത്തകർക്ക് നൽകിയത്. അതുകൊണ്ടാണ് എല്ലാ വീടുകളിലും ബി.ജെ.പി പ്രവർത്തകർ കയറിയിറങ്ങുന്നതും പാർട്ടിയുടെ വികസന കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുന്നതും. ബി.ജെ.പിയുടെ ഒരു പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്നുള്ളൊരു നയമാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് തന്നെയാണ്
BJP പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന സന്ദേശം കേരളത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള പദ്ധതികൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അവരുമായി സംവദിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം ഈ ഗൃഹസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയുകയാണെങ്കിൽ ഈ കേരളത്തിലെയും രാജ്യത്തെയും നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരുകളുടെ കാര്യം, അതോടൊപ്പം തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സർക്കാരുകളുടെ ഭരണത്തിൽ സംസ്ഥാനത്തിനുണ്ടായിട്ടുള്ള വികസന മുരടിപ്പും ഭരണപരാജയങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ പരാജയങ്ങൾ കൃത്യമായി എടുത്തു പറയും. കേരളത്തിന്റെ ഭാവിക്ക് BJP ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും വികസന പദ്ധതികളും ജനങ്ങളോട് നേരിട്ട് വിശദീകരിക്കുക എന്നുള്ളതാണ് ഈ രണ്ടാഴ്ച നിൽക്കുന്ന ഈ സമ്പർക്ക യജ്ഞത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദൗത്യം എന്നുള്ളത്. ഒപ്പം തന്നെയാണ് വരുന്ന 27-ാം തീയതി BJPയുടെ സംസ്ഥാന സമിതി യോഗം കൊല്ലത്ത് വെച്ച് നടക്കുകയാണ്. അതിനൊപ്പം തന്നെ ഗൃഹസമ്പർക്ക പരിപാടികളുമായി BJP തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സജീവമായി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നീലിമ. പ്രജിത്ത്, വളരെ കൃത്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പിന് BJP മുന്നോട്ട് വച്ചിരിക്കുന്ന വളരെ കൃത്യമായ ലക്ഷ്യം എന്ന് പറയുന്നത് വികസിത കേരളം കൂടി സാധ്യമായാലേ വികസിത ഭാരതം പൂർണ്ണമാകൂ എന്നതാണ്. ഭാരതത്തിനൊപ്പം കേരളവും വികസിക്കണം എന്ന കാഴ്ചപ്പാട് മുൻനിർത്തി നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇടത് വലത് മുന്നണികൾ കേരളത്തെ ഏത് തരത്തിലാക്കി എന്നുള്ള വളരെ കൃത്യമായ രൂപരേഖ, ഇതെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ഗൃഹസമ്പർക്ക പരിപാടിക്കാണ് BJP ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഓരോ വീടുകളിലും എത്തി BJP നേതാക്കൾ അവരുമായി സംവദിച്ചുകൊണ്ട് നിലവിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്, ഭാരതത്തിൻ്റെ അവസ്ഥ എന്താണ് ഇവിടെ വികസനം സാധ്യമാകാത്തത് എന്നതടക്കമുള്ള വിഷയങ്ങൾ ഓരോ വോട്ടറെയും ഓരോ വീട്ടുകാരെയും നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തുക എന്ന വലിയ ഒരു ചുമതലയാണ് BJP ഏറ്റെടുത്തിരിക്കുന്നത്, അല്ലേ? അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകാത്മക മാനവ ദർശനത്തിന്, അല്ലെങ്കിൽ അത്തരമൊരു ദർശനം തന്നെ ഭാരതത്തിന് സമ്മാനിച്ച പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായയുടെ ജന്മദിനമാണ്. ഈ ദിവസം മുതൽ ഒക്ടോബർ 25 വരെയാണ് നിലവിൽ ഈ ഗൃഹസമ്പർക്ക പരിപാടികൾ പദ്ധതിയിട്ടിരിക്കുന്നത്. ഏതാണ്ട് 50 ലക്ഷം, കേരളത്തിലെ 50 ലക്ഷം വീടുകളിൽ നേരിട്ട് BJPയുടെ പ്രവർത്തകരെത്തി എന്താണ് BJPയുടെ സന്ദേശം എന്നുള്ളത്, എന്താണ് BJPയുടെ വികസന കാഴ്ചപ്പാട് എന്നുള്ളത്, കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഉള്ളൊരു ബൃഹത്തായ പ്രചാരണ പരിപാടി തന്നെയാണ് ഇപ്പോൾ BJP ആരംഭം കുറിച്ചിരിക്കുന്നത്. അതിന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ തിരുവനന്തപുരത്ത് രാജാജി നഗറിൽ ഒരു പക്ഷേ ഇത്രയധികം സർക്കാരുകൾ വന്നിട്ടും വികസന പ്രവർത്തനങ്ങൾ എങ്ങും എത്താതെ ജനങ്ങൾ ഇപ്പോഴും വളരെയധികം അടിസ്ഥാനപരമായിട്ടുള്ള അപര്യാപ്തതകൾ, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യമടക്കമുള്ള കാര്യങ്ങളിൽ വളരെയധികം അപര്യാപ്തതകൾ നേരിടുന്ന ഒരു പ്രദേശമാണ് തിരുവനന്തപുരത്ത് രാജാജി നഗർ എന്നുള്ളത്. അവിടേക്കാണ് അദ്ദേഹം ഈ ഗൃഹസമ്പർക്ക പരിപാടിയുടെ തുടക്കത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒപ്പം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലമുള്ള ഈ പ്രദേശത്ത് എന്തുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യവും അദ്ദേഹം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഈ ഒരു സമ്പർക്ക പരിപാടിയുമായി BJP ആ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ പരിപാടി ഇപ്പോൾ പുരോഗമിക്കുന്നത്? നീലിമ, 50 ലക്ഷം വീടുകളിൽ നേരിട്ടെത്തുന്ന ഗൃഹസമ്പർക്ക പരിപാടിയുടെ അതിൻ്റെ ആദ്യഘട്ടത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ തുടക്കം കുറിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് റെസ്പോൺസ് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. രാജീവ്ജി, എങ്ങനെയുണ്ട് ഈ ഗൃഹസമ്പർക്ക പരിപാടിയുടെ ഒരു ഫസ്റ്റ് റെസ്പോൺസ്? അല്ല, റെസ്പോൺസ് അല്ല ഇത്. നോക്കൂ, ഇതിപ്പോൾ റെസ്പോൺസിൻ്റെ ഇഷ്യൂ അല്ല. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് എത്രയോ കൊല്ലമായിട്ട് കോൺഗ്രസും ലെഫ്റ്റും ഭരിച്ച ഒരു തലസ്ഥാനമാണ് തിരുവനന്തപുരം. ഈ സെക്രട്ടേറിയറ്റിൻ്റെ 2 കിലോമീറ്റർ ദൂരെ മാത്രമാണ് രാജാജി നഗർ. ഇവിടുത്തെ സ്ഥിതി കാണുന്നില്ലേ? എന്നിട്ടാണ് ഇവർ കേരള മോഡലും പറഞ്ഞു നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് ഒരു മാൽ ഗവർണൻസാണ്, ഒരു കഴിവില്ലായ്മ, അനാസ്ഥ. അപ്പോൾ ഇതിനെല്ലാം മാറ്റം കൊണ്ടുവരണമെങ്കിൽ BJP വികസിത അനന്തപുരി നമുക്ക് സൃഷ്ടിക്കണമെങ്കിൽ BJP അധികാരത്തിൽ വരണം. കൃത്യമായ ആ മെസ്സേജ് എല്ലാവരോടും പറയുന്നുണ്ട്, അവർ സമ്മതിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് മാറ്റം വേണമെന്ന് കൃത്യമായിട്ട് ആർക്കൊരു സംശയമില്ല. ആ മാറ്റം കൊണ്ടുവരാൻ BJPക്ക് മാത്രമേ കഴിവുള്ളൂ, താല്പര്യമുള്ളൂ എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നു. അത് അപ്പോൾ അവർ ഞങ്ങളെല്ലാം നന്നായിട്ട് സ്വാഗതം ചെയ്യുന്നു, സ്വീകരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ മാറ്റം ഉണ്ടാവും. ഈ ലോക്കൽ ബോഡി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതുവരെ വിശ്വസിച്ച CPM-നെയും കോൺഗ്രസിനെയും മാറ്റിവെച്ച്
വെച്ചിട്ട് ഒരു വികസിത അനന്തപുരി അല്ലെങ്കിൽ ഒരു വികസിത പഞ്ചായത്ത് സൃഷ്ടിക്കാൻ BJPക്ക് അധികാരത്തിൽ വരാൻ ഒരു അവസരം തരുന്ന എനിക്ക് വിശ്വാസമുണ്ട്. അടിസ്ഥാന ജനവിഭാഗങ്ങൾ BJPക്കൊപ്പം നിൽക്കും. അതെ, അത് എനിക്ക് അങ്ങനെ ഒരു സംശയമില്ല. കാരണം നമ്മൾ ഇവർ ഭരിച്ചപ്പോൾ എന്ത് ചെയ്തു എന്നും ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കൃത്യമായി പറയുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് ഇത്രയും കാലം കേരളത്തിൽ വിവിധ സർക്കാരുകൾ ഭരിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് തൊട്ടടുത്ത് കിടക്കുന്ന രാജാജിനഗർ എന്ന് പറയുന്ന ഒരു പ്രദേശം, അവിടെ പോലും കൃത്യമായൊരു വികസനം കൊണ്ടുവരാൻ സർക്കാരിന് കഴിയാത്ത സാഹചര്യമുണ്ട്. അത് കാലങ്ങളായുള്ള ഒരു പ്രദേശത്തോടുള്ള അവഗണനയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഈ അവസ്ഥയ്ക്ക് പൊതുവെയുള്ള അല്ലെങ്കിൽ അടിസ്ഥാന ജനവിഭാഗത്തെ അവഗണിക്കുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ ജനങ്ങൾ BJPക്കൊപ്പം നിൽക്കുമെന്ന പ്രത്യാശ കൂടിയാണ് അദ്ദേഹം ഈ ഗൃഹസമ്പർക്ക പരിപാടിയുടെ ഉദ്ഘാടന വേദിയിൽ തന്നെ വെച്ച് നമ്മോട് വ്യക്തമാക്കുന്നത്. ദീലിബ, പ്രജിത്ത്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് BJP ഒരുങ്ങിക്കഴിഞ്ഞു, പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ വരുന്നതെല്ലാം. മറ്റന്നാൾ കൊല്ലത്ത് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എത്തുകയാണ്. അവിടെ സംസ്ഥാന സമിതി നടക്കുകയാണ് BJPയുടെ. അപ്പോൾ ആ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വികസിത കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ജൈത്രയാത്രയിൽ കാര്യകർത്താക്കൾക്ക് ദിശാബോധം പകരാൻ BJPയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ എത്തുന്നു എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി BJP മുന്നോട്ട് വെക്കുന്നത് എന്താണ്, BJP ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന കാര്യം കൂടി പറഞ്ഞു പോകേണ്ടതല്ലേ? കൃത്യമാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ സംസ്ഥാന സമിതി യോഗമാണ് 27-ാം തീയതി, അതായത് ശനിയാഴ്ച കൊല്ലത്ത് വെച്ച് നടക്കുന്നത്. അതിൽ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം എത്തുന്നുണ്ട്. അതായത് കേരളത്തിലെ ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് BJPയുടെ മുന്നോട്ട് പോക്കിനൊക്കെയുള്ളൊരു ദേശീയ നേതൃത്വം എങ്ങനെയാണ് അതിനെ കാണുന്നത്, ആ കാഴ്ചപ്പാടിനെയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ തെളിയുന്നത് എന്നുകൂടി ഇന്ന് BJPയുടെ നേതാക്കൾ പറഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും വികസിത കേരളം എന്ന വലിയ ലക്ഷ്യവുമായി പാർട്ടി മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചുള്ള മിഷൻ 2025 പ്രവർത്തനങ്ങൾക്ക് ഈ യോഗത്തിൽ ഇന്ന് ചേരുന്ന 27-ാം തീയതി ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഒരു രൂപരേഖ ഉണ്ടാകും, അല്ലെങ്കിൽ അതിനൊരു പുതിയ ദിശാബോധം നൽകും എന്നുള്ളതാണ് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. യോഗത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ടാകും. അതിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടും. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം എങ്ങനെയാണ് ഈ വിഷയങ്ങളിൽ സർക്കാരിൻ്റെ പോരായ്മകൾ തുറന്നു കാട്ടാൻ പരാജയപ്പെടുന്നത് എന്നതടക്കമുള്ള വിഷയങ്ങൾ ആ പ്രമേയത്തിൽ ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് BJP നേതാക്കൾ അറിയിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന അധമ രാഷ്ട്രീയം എന്നുള്ള സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ നടന്നു പോകുന്ന ഒരു അധമ രാഷ്ട്രീയം എന്നുള്ള ഒരു വിമർശനം അദ്ദേഹം ആവർത്തിച്ച് ശരി പ്രജിത്ത്, BJPയുടെ ഗൃഹസമ്പർക്ക യജ്ഞവും നിധിശേഖരണവും ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർമാരെ, ജനങ്ങളെ നേരിട്ട് കണ്ട് എന്താണ് BJPയുടെ ലക്ഷ്യം എന്നുള്ളത് വിശദീകരിക്കുക എന്നതാണ്.